ഇപ്പോൾ നമ്മൾ പാലക്കാട് പനയമ്പാടത്തേക്ക് പോവുകയാണ്. അവിടെ അപകടമുണ്ടായ സ്ഥലത്ത് ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നു. ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സിമന്റ് ലോറി മറിഞ്ഞ് 4 കുട്ടികളുടെ ജീവനായിരുന്നു പൊലിഞ്ഞത്. അപകട അളവ് നിവർത്തണം, അവിടുത്തെ മിനുസം ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ തന്നെ ഇന്നലെ യോഗത്തിൽ ഉയർത്തിയതാണ്. അടിയന്തര നടപടികൾ, ഡിവൈഡറുകളൊക്കെ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, മന്ത്രിയുടെ നേതൃത്വത്തിൽ നേരിട്ട് പരിശോധന നടത്തുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് വിശദാംശങ്ങൾ? വിനീത, അല്പസമയം മുമ്പാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഈ വാഹനാപകടം നടന്ന പനയമ്പാട മേഖലയിലേക്ക് എത്തിയത്. ഇപ്പോൾ മന്ത്രിയുടെ നേതൃത്വത്തിൽ RTO ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇപ്പോൾ ഈ മേഖലയിൽ, ഈ പ്രശ്നമുള്ള മേഖലയിൽ വാഹനം ഓടിച്ച് തന്നെ പരിശോധന നടത്തുകയാണ്. മന്ത്രി ഒരു വാഹനത്തിൽ കയറി ആ വാഹനം ഓടിച്ച് ഈ നാട്ടുകാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരിമ്പ, അതുപോലെ തന്നെ ഈ പനയമ്പാട മേഖലയിലൂടെ നാട്ടുകാർ ഉന്നയിച്ചുള്ള പ്രശ്നങ്ങളും പരാതികളും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ യാത്ര ചെയ്ത് തന്നെ ഈ പ്രശ്നം ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിനുശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കും എന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഏതായാലും നേരത്തെ മന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്, വിദഗ്ധർ നൽകിയ അഭിപ്രായത്തിനപ്പുറം തന്നെ ഈ മേഖലയിൽ എന്താണ് നടത്താൻ വേണ്ടി സാധിക്കുക അത് പ്രായോഗികമായി മനസ്സിലാക്കി റോഡിൻ്റെ അപാകത പരിഹരിക്കും. അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയുമായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മന്ത്രിയുടെ വാഹനം ഇപ്പോൾ പനയമ്പാടം, ആ ദുബായ് കുന്ന് മേഖലയിൽ നിന്നും നേരെ താഴേക്ക് ഈ പനയമ്പാടം മരമില്ല് ഭാഗത്തേക്ക് വരുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മന്ത്രി നേരിട്ട് വാഹനം ഓടിച്ചതിന് ശേഷം ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി ഇപ്പോൾ വാഹനം ഇപ്പോൾ ദുബായ് കുന്ന് മേഖല എല്ലാം പിന്നിട്ട് ഇപ്പോൾ പനയമ്പാടം ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോകുന്നത് പനയമ്പാടം മരമില്ല് ഭാഗത്തേക്കാണ്. അതുവരെ ഈ വാഹനത്തിൽ സഞ്ചരിച്ച് തന്നെ ഈ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള അല്ലെങ്കിൽ പരിശോധിക്കാനുള്ള ഒരു തീരുമാനമാണ് ഉള്ളത്. നേരത്തെ മന്ത്രി അറിയിച്ചിട്ടുള്ളത്, ഇവിടെ എന്താണ് പ്രായോഗികമായി ചെയ്യാൻ വേണ്ടി കഴിയുക ആ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ പഠിക്കും. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയോട് ഇവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യും. എത്ര രൂപയാണ് ഫണ്ട് ആവശ്യമുള്ളത് അത് ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെടും. കിട്ടിയില്ലെങ്കിൽ അത് റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് തന്നെ നേരിട്ട് ചെലവാക്കും. റോഡിൽ ഈ മേഖലയിൽ, അതായത് ദുബായ് കുന്ന് മുതൽ ഈ മരമില്ല് വരെയുള്ള മേഖലയിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ആ മേഖലയിൽ കോൺക്രീറ്റ് ഡിവൈഡറുകൾ തന്നെ ഉറപ്പാക്കും എന്നാണ് മന്ത്രി അറിയിച്ചത്. സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി NHAIയുടെ അധികൃതരുമായി ചർച്ച ചെയ്ത് നടപടികൾ സ്വീകരിക്കും. അതിനോടൊപ്പം തന്നെ നാട്ടുകാർ ചിലർ ഈ മുണ്ടൂര് തച്ചമ്പാറ മേഖലയിലും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാര്യം മന്ത്രിയെ നേരിട്ട് അറിയിച്ചിരുന്നു. കോൺഗ്രസിന്റെ സമരവേദിയിൽ എത്തിയപ്പോഴായിരുന്നു അവിടെ തച്ചമ്പാറയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി ഈ കാര്യങ്ങൾ ധരിപ്പിച്ചത്. അപ്പോൾ ഈ വിഷയത്തിലും, അതായത് മുണ്ടൂര് മേഖലയിലും തച്ചമ്പാറ മേഖലയിലും ആവശ്യമായിട്ടുള്ള വേഗത നിയന്ത്രണത്തിനും അതുപോലെ തന്നെ നാട്ടുകാരുടെ സുരക്ഷ, ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി കെ ഗണേഷ് കുമാർ ഇപ്പോൾ ഇവിടെ എത്തി നാട്ടുകാരെയും അതുപോലെ തന്നെ സമരക്കാരെയും അറിയിച്ചത്. ഇപ്പോൾ മരമില്ല് മേഖല, പനയമ്പാടത്തെ ഈ ദുബായ് കുന്നിൽ നിന്ന് ഇപ്പോൾ മരമില്ല് മേഖല വരെ വാഹനം ഓടിച്ച് പരിശോധിച്ച ശേഷം ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പോൾ വാഹനവുമായി ഇപ്പോൾ ഈ മേഖലയിലേക്ക്, ഇന്നലെ അപകടം നടന്ന മേഖലയിലേക്ക് ഈ വാഹനം എത്തിക്കുകയാണ്. മന്ത്രി നേരിട്ട് RTO ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ വാഹനത്തിലുണ്ട്. അവരെല്ലാം ചേർന്നാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത്. നാട്ടുകാരിൽ ചില ആളുകൾ ഇപ്പോൾ ഇതിൽ പ്രകോപിതരായി ഈ മാധ്യമങ്ങളോട് ഉൾപ്പെടെ തട്ടിക്കയറുന്നുണ്ട്. മന്ത്രി നേരിട്ട് റോഡിലിറങ്ങി പരിശോധിക്കണമെന്നുൾപ്പെടെ നാട്ടുകാരിൽ ചിലർ ആവശ്യപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും മന്ത്രി വാഹനത്തിൽ കയറി റോഡിലൂടെ സഞ്ചരിച്ച് തന്നെ ഈ നാട്ടുകാർ പരാതി ഉന്നയിച്ചുള്ള മേഖലയിലൂടെ കൃത്യമായി തന്നെ പരിശോധന നടത്തി ഇപ്പോൾ പുറത്തേക്ക് വന്ന് നാട്ടുകാരുമായി സംസാരിക്കുകയാണ്. ഇപ്പോൾ മാധ്യമങ്ങളോട് മന്ത്രി പ്രതികരിക്കാമെന്ന് അറിയിച്ചിരിക്കുകയാണ്. മന്ത്രി നേരിട്ട് വാഹനം ഓടിച്ച് അവിടെ പനയമ്പാടത്ത് പരിശോധന നടത്തിയിരിക്കുകയാണ്. നാട്ടുകാരുമായി അദ്ദേഹം സംസാരിക്കുന്നു. അതിനുശേഷം പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉദ്യോഗസ്ഥരുമായി ഉൾപ്പെടെ മന്ത്രി, നാട്ടുകാരിൽ ചിലർ മന്ത്രിയോട് നേരിട്ട് സംസാരിക്കണം.
ഇത് നാട്ടുകാരിൽ ചിലർ മന്ത്രിയോട് നേരിട്ട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ്. അത് മാധ്യമങ്ങളോട് തട്ടിക്കയറി ഉൾപ്പെടെ നാട്ടുകാർ പ്രകോപിതരായി ഇടപെടുകയായിരുന്നു. ഇപ്പോൾ മന്ത്രി അവരോട് നേരിട്ട് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. സ്വാഭാവികമായും മന്ത്രി പ്രതികരണം നൽകിയ ശേഷം മടങ്ങുമോ എന്ന് കരുതി തന്നെയായിരിക്കണം അവർ ആ രീതിയിൽ പ്രതികരിച്ചത്. ഏതായാലും അവിടുത്തെ പ്രശ്നങ്ങൾ മന്ത്രിയോട് നേരിട്ട് പറയുക എന്നതായിരിക്കും നാട്ടുകാർ ഉദ്ദേശിക്കുന്നതും. ഇപ്പോൾ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നേരിട്ട് അവിടെ എത്തി പരിശോധന നടത്തിയ ശേഷം ഉദ്യോഗസ്ഥരുമായും നാട്ടുകാരുമായും സംസാരിക്കുകയാണ്. എന്ത് തുടർ നടപടികൾ സ്വീകരിക്കാനാകും അപകട വളവിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിശോധന നടത്തിയ ശേഷം പൊതുമരാമത്ത് മന്ത്രിയുമായി ഉൾപ്പെടെ സംസാരിക്കുമെന്ന് നേരത്തെ തന്നെ ഗതാഗത മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇവിടെ റോഡ് നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്ന് മന്ത്രി സമ്മതിച്ചിരുന്നു. ഇക്കാര്യങ്ങളിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ഇന്നലെ ചേർന്ന യോഗത്തിലും ഇന്നത്തെ ഈ സേഫ്റ്റി പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാം എന്നൊരു തീരുമാനത്തിലാണ് എത്തിയത്. ഈ വളവ് നിവർത്തുക, ഒപ്പം തന്നെ ഇതിൻ്റെ പ്രതലത്തിൻ്റെ മിനുസം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, ഇത് രണ്ടുമാണ് ഈ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇത്രയധികം അപകടങ്ങൾ ഉണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ 56 അപകടങ്ങളാണ് വളവിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. കെ.ബി. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ഇപ്പോൾ നാട്ടുകാരുമായി സംസാരിക്കുന്നു. ഒപ്പം അവിടെ ഉദ്യോഗസ്ഥരുണ്ട്. എന്ത് നടപടികൾ സ്വീകരിക്കാനാകും എന്നത് തന്നെയാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. റോഡിൽ വാഹനം ഓടിച്ചു തന്നെ, അതായത് ആ വളവിൽ വാഹനം ഓടിച്ചു തന്നെ മന്ത്രി പരിശോധന നടത്തി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഡിവൈഡറുകളൊക്കെ തന്നെ സ്ഥാപിച്ചുകൊണ്ട് ഗതാഗതം, അതായത് വാഹനങ്ങളുടെ വേഗം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസിനെയും പ്രദേശത്ത് വിന്യസിച്ചിട്ടുമുണ്ട്. ഇപ്പോഴിതാ മന്ത്രി തന്നെ നേരിട്ടെത്തി പരിശോധന നടത്തിയിരിക്കുന്നു. ഏതായാലും പ്രതീക്ഷയുണ്ട് തുടർ നടപടികൾ സ്വീകരിക്കും എന്നതിലെന്നാണ് അദ്ദേഹം നടപടികൾ എന്തൊക്കെ സ്വീകരിക്കാം എന്നതിൽ ഒരു ചർച്ച നടത്തുകയാണ് നാട്ടുകാരുമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്ബാൽ, എവിടം മുതൽ എവിടം വരെയാണ് മന്ത്രി പരിശോധന നടത്തിയത്? ഇത്രയധികം സ്ഥലത്ത് ഡിവൈഡറുകൾ സ്ഥാപിക്കുക എന്നത് പ്രായോഗികമായൊരു കാര്യമാണോ? അടിയന്തര നടപടികൾ എന്തായിരിക്കും സ്വീകരിക്കുക? ഇപ്പോൾ നമുക്ക് വിനീത, അല്പസമയം മുമ്പാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഈ പനയമാട മേഖലയിലേക്ക് നേരിട്ടെത്തിയത്. അതിനുശേഷം നാട്ടുകാരുമായി സംസാരിച്ചു, പ്രതിഷേധക്കാരുമായി സംസാരിച്ചു. ഇതിനുശേഷം മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ വേണ്ടി